ഇന്ന് നമുക്ക് കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. ഇത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മസാലകളും അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് കേടുകൂടാതെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ ഇതിന് അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ ഇതൊരു 350 ഗ്രാം അളവിലുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കണത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു പൊട്ടറ്റോ മാഷറോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചൊന്ന് ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്താണെങ്കിലും എടുക്കാം കേട്ടോ. അതായത് തീരെ കട്ടകളൊക്കെ പോലെ അങ്ങനെ എടുക്കരുത്, നന്നായിട്ട് തന്നെ ഉടഞ്ഞു വരണം. അപ്പോഴായിരിക്കും ഈ ഒരു റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാറുക കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി ഉടച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അതേ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് പുതിന പൗഡർ ആവശ്യമാണ്. അപ്പോൾ പുതിന പൗഡർ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പുതിന നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു പുതിന നല്ല ക്രിസ്പി ആയിട്ട് മാറും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ, അതൊന്നും കൂടി നന്നായിട്ട് വരും. അപ്പോൾ എനിക്കിവിടെ അതിനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിയായിട്ട് മാറണം, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ വരണം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിന് മെയിനായിട്ട് ആവശ്യം കടലമാവാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് അളവിലാണ് കടലമാവ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കണ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാനിതിപ്പോൾ അരിക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. അതായത് തരികളൊക്കെ ഇല്ലാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക, അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ മാറുക കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ തണക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഉടച്ചെടുത്താൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടുതൽ എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. അത്യാവശ്യം ഉരുളക്കിഴങ്ങ് ഉണ്ടായിരിക്കണം. ഇതിലേക്ക് നമ്മൾ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കില്ല. ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെയായിരിക്കണം ഇത് റെഡി ആയിട്ട് വരേണ്ടത്. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ഞാൻ 2 കപ്പും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കടലമാവ്, അതാണ് ഇപ്പോൾ ചേർത്തത് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഇത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളൊക്കെ ഒരുപാടായാലും ആ ഒരു ഫ്ലേവേഴ്സൊന്നും അത്ര നന്നായിട്ട് വരില്ല. എപ്പോഴും ഒരു അത്യാവശ്യം ഒരു മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവറായിരിക്കും നന്നായിട്ട് വരിക. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്. അപ്പോൾ കൂടുതൽ എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, എരിവിനും ചെറിയൊരു കളറിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ആവശ്യം ചാറ്റ് മസാലയാണ്. ഞാനൊരു 3/4 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം റെഡി ആയതിന് ശേഷം അവസാനവും നമുക്ക് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും നല്ല ഫ്ലേവറൊക്കെ വരിക. പിന്നെ ഡ്രൈ മാംഗോ പൗഡർ അല്ലെങ്കിൽ ആംചൂർ പൗഡർ, അതും 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ആംചൂർ പൗഡർ നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ മാങ്ങാത്തൊലി എന്നൊക്കെ പറയില്ലേ, മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഉണക്കിയൊക്കെ വെക്കില്ലേ, അത് മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചാൽ നമുക്ക് ആംചൂർ പൗഡറായിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ ആ ഒരു പുതിന നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അതും കൂടെ ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കണം. അരിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് വരും കേട്ടോ. ഈ ഒരു റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. കൂടുതൽ തരികളില്ലാതിരിക്കുന്നതായിരിക്കും നന്നായിട്ട് വരാം റെഡിയാക്കി എടുക്കാൻ. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നനവിലായിരിക്കണം
ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരേണ്ടത്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡൗ ആയിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കടലമാവ് മുഴുവനായിട്ട് ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ട ആവശ്യമില്ല, കുറേശ്ശെ ചേർത്താലും മതിയാവും. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെ മാറണം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ അരിപ്പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അരിപ്പൊടിയാണെങ്കിലും കടലമാവാണെങ്കിലും ആ ഒരു പ്രപ്പോർഷൻ കറക്റ്റായിട്ട് വരുമ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരിക കേട്ടോ. ഇനി അത് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് റെഡിയാക്കി വറുത്തെടുക്കണമല്ലോ. പിന്നെ നമുക്ക് ആവശ്യം സേവനാഴിയാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച ഈ ഒരു മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് എണ്ണ ഒരു മീഡിയം ചൂടാവുന്ന ഒരു സമയത്താണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്, അതായത് ചുറ്റിച്ച് കൊടുക്കേണ്ടത്. എണ്ണയ്ക്ക് ഒരുപാട് ചൂടുണ്ടെങ്കിലും പെട്ടെന്ന് അത് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ആ ഒരു ഭയങ്കര ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. അപ്പോഴും നന്നായിട്ട് വരില്ല, അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് അതായത് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് കട്ടിയിൽ ചുറ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ തന്നെ ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. നമ്മൾ മിക്സ്ചറൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ ഒരുപാട് സമയമെടുക്കില്ല ഇത് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതങ്ങോട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന ഒരു രീതിയിലേക്ക് നിൽക്കണ്ട കേട്ടോ. അതിന് മുമ്പ് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ടും പെട്ടെന്ന് തന്നെ അത് റെഡിയായി വരും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇത് കോരി മാറ്റുക. ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് കോരി മാറ്റിയതിന് ശേഷം എന്താ പറയുക, അതൊന്നും കൂടി ഇരുന്നൊന്ന് മൂത്ത് വരുന്നുണ്ടാവും. അപ്പോൾ അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തയ്യാറാക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയതിന് ശേഷമാണ് പിന്നെ നമുക്ക് ആ ഒരു ചാറ്റ് മസാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് എന്താ പറയുക മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക, അല്ലെങ്കിൽ കൈമലിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂടടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ, അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതാ ഈ ഒരു രീതിയിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ റെഡിയാക്കി ഇതെല്ലാം കൂടെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് പൊടിച്ചെടുക്കണം. ഇത് ഒരുപാട് ഓയിലൊന്നും അബ്സോർബ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ. അതായത് ആ ഒരു കട്ടകളൊക്കെ പോലെയൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളൊക്കെ ചെറുതാക്കി ഒന്ന് എടുക്കാം കേട്ടോ. കണ്ടില്ലേ? നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഈ ഒരു സംഭവം. ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പറ്റും, കുറേ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനൊരു 1.5 ടീസ്പൂണോളം അളവിൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ. നിങ്ങൾക്ക് ചാറ്റ് മസാലയുടെ ഫ്ലേവർ എത്രത്തോളം ഇഷ്ടമാണോ അതിനൊക്കെ അനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനം ഈ ചാറ്റ് മസാല ചേർക്കണത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു ഭുജിയ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതുള്ള, നമുക്ക് ഈവനിങ്ങിൽ ഇപ്പോൾ ചായയുടെ കൂടിയോ അല്ലെങ്കിൽ ഒരു സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാവുന്ന ഒരു നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.